ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരിക്കലും അറിയരുതെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത്. ഇത് ഹൈ പ്രിസ്റ്റീസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളിൽ നിന്നും അവർ മറച്ചു പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ പുറമേ നിന്ന് നോക്കിയാൽ വളരെ ശാന്ത സ്വഭാവമുള്ള ഒരാളാണ് എന്ന് തോന്നാം. അതുപോലെ തന്നെ ലൈഫിൽ വളരെ ബാലൻസ് ഉള്ള ഒരാളാണെന്ന് മറ്റുള്ള ആളുകൾ നോക്കുമ്പോൾ അവരെ കുറിച്ച് ചിന്തിക്കാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മൂൺ കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ. അപ്പൊ മൂൺ കാർഡിൽ കാണിക്കുന്ന പോലെ തന്നെ അവരുടെ ഉള്ളിൽ ചില പേടികളും ആശങ്കകളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അവർ ചില സമയങ്ങളിൽ ചിന്തിക്കുന്നത് അവരുടെ പാസ്റ്റും അതുപോലെ ഡാർക്ക് ആയിട്ടുള്ള, എല്ലാ മനുഷ്യർക്കും ഡാർക്കായ ഒരു സൈഡ് ഉണ്ടായിരിക്കും. ആ ഒരു ഡാർക്ക് സൈഡും ഒക്കെ അതായത് നിങ്ങൾ അറിഞ്ഞാല് നിങ്ങൾ അത് അംഗീകരിക്കുമോ എന്നൊരു ഇൻസെക്യൂരിറ്റി അവർക്കുണ്ട്. അതുപോലെ തന്നെ അവർ പലപ്പോഴും ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യാറൊക്കെ ഉണ്ടെന്നാണ് കാണുന്നത്. മൊത്തമായിട്ടും ഉള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി മുഴുവനായിട്ടും നിങ്ങളെ അറിയിക്കുന്നില്ല. ഫുൾ ട്രൂത്ത് നിങ്ങളോട് പറയുന്നില്ല, പക്ഷെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നിങ്ങളോട് കാര്യങ്ങൾ അവർ അവതരിപ്പിക്കുന്നതെന്നാണ്. കുറച്ച് ഭാഗങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ നിങ്ങളോടെല്ലാം തുറന്നു പറയാൻ അവർക്ക് പേടിയാണ് ശരിക്കും. നിങ്ങൾ എങ്ങനെയാണ് എടുക്കുക എന്നാണ് അവർ ചിന്തിക്കുക. അപ്പൊ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും പാസ്റ്റിൽ പല മിസ്റ്റേക്കുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ പ്രസന്റിൽ അവർക്ക് പല ഇൻസെക്യൂരിറ്റീസും ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം തന്നെ അവർ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും മുഴുവനായിട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ ട്രൂത്ത് ആയിട്ട് പറയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഒരിക്കൽ അവർക്കുണ്ടായ വലിയൊരു നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ പഴയൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇമോഷണൽ റീഗ്രറ്റ്, ഇതൊക്കെ ഇന്നും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. അതിന്റെ ഒരു മാനസിക സമ്മർദ്ദവും അവർക്കുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഇപ്പോഴത്തെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സാഹചര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കുമോ, നിങ്ങൾ എന്ത് കരുതും എന്നൊക്കെ ഇങ്ങനെ അവർക്ക് പേടിയുണ്ട്. അതായത് അവർക്ക് ചില സീക്രട്ട് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്സും ടെംപ്റ്റേഷൻസും കൺട്രോൾ ഇഷ്യൂസും ഒക്കെ ഉള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോഴൊക്കെ അപ്പോൾ അവരുടെ ഒരു ഡിസയർ, അതുപോലെ വീക്ക്നെസ് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങൾ ലൈഫിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ അവരെ ഒരു ജഡ്ജ്മെന്റലായി കാണുമോ എന്നൊരു പേടി അവർക്കുണ്ട്. ചില കാര്യങ്ങൾ അവർ വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. എസ്പെഷ്യലി ഒരു മണി പ്ലാനിങ്ങുകളായിരിക്കാം, സാമ്പത്തിക പ്ലാനിങ്ങുകൾ, അതുപോലെ അവർക്ക് ഉള്ള ഒരു ഇൻസെക്യൂരിറ്റീസ്, പേഴ്സണൽ പ്ലാൻസ്, ഇതൊക്കെയാണ് ഇവര് കൂടുതലായിട്ടും നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറേ ആളുകൾക്ക് അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ എൻ്റെ പാർട്ട്ണർ എൻ്റെ എല്ലാ പ്ലാനും വീക്ക്നെസ്സും അറിഞ്ഞാൽ ഞാനൊരു വൾണറബിൾ ആകും എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ അവരുടെ ഉള്ളിൽ ഒരു ചൈൽഡിഷ് സൈഡ് ഉണ്ട്, ഒരു കുട്ടിത്തമുള്ള ഒരു സൈഡ് ഉണ്ട്. അപ്പൊ ആ ഒരു സൈഡ് കാണിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അവർക്ക് ഒരു സില്ലി ക്രഷ് ഫീലിങ്സ്, പ്ലേഫുൾ ഇമാജിനേഷൻ, ഇമോഷണൽ ഇൻമാച്യൂരിറ്റി ഒക്കെ ഉണ്ടാകാറുണ്ട്. എല്ലാ മനുഷ്യർക്കും ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ പിന്നെ നിങ്ങൾ അവരെ ഒട്ടും ഒരു സീരിയസ് ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് കരുതുമെന്ന ഒരു പേടി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് പരമാവധി അവർ ശ്രമിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ടവർ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അവരുടെ ലൈഫിൽ വലിയൊരു ഷോക്ക് അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത് പൂർണ്ണമായും അവരുടെ ലൈഫിനെ പിടിച്ചുലയ്ക്കുന്ന ഒന്നായിരുന്നു. അപ്പൊ ആ ഒരു തകർച്ചയിൽ നിന്നും അവര് ഒന്ന് റീബിൽഡ് ചെയ്ത് ഉയർന്നു വന്നു എന്ന് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ ആ ഒരു വേദന
ആ വേദനയുടെ ഒരു അടയാളം അവരുടെ ഹൃദയത്തിൽ ഒരു സ്കാറായിട്ട് ഇങ്ങനെ ബാക്കി നിൽക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞാൽ, ആ പാസ്റ്റിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ഇത്രമാത്രം വേദന മനസ്സിലുള്ള ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും ഒരു ജഡ്ജ് ചെയ്യപ്പെടുമോ എന്ന് അവർ കരുതുന്നുണ്ട്. നിങ്ങൾ ചോദ്യവും പറച്ചിലും ഒക്കെ ആയിട്ട് അത് അവർ ജഡ്ജ്മെന്റിന് വിധേയമാകേണ്ടി വരുമോ എന്ന് അവർ ചിന്തിക്കുന്നു. അപ്പൊ മറ്റു ചിലർക്ക് ചില സത്യങ്ങൾ പറയാതെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതായിട്ട് ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വളരെ ഒരു ഓപ്പൺ അപ്പ് ആയി കഴിഞ്ഞാൽ അവരെൻ്റെ തലയിൽ കയറി ഇരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും തുറന്ന് നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അവരെ ഒരു വില കുറച്ച് കണ്ടിട്ട് ഓ ഇയാൾ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇവൾ ഇത്രയേ ഉള്ളൂ ആ ഒരു രീതിയിൽ കാണുമോ എന്ന് അവര് പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊന്നും വിട്ടു പറയാനായിട്ട് നിൽക്കാത്ത വ്യക്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു മാസ്റ്റർ കാർഡ് പറയുന്നത് അവരുടെ ഉള്ളിലെ ഡീപ്പ് സീക്രറ്റ്സ് അവര് മറച്ചു വെച്ചിരിക്കുന്നു. അവർക്ക് എല്ലാം പറയാനുള്ള ആഗ്രഹം ഉണ്ട്. നിങ്ങളുടെ അടുത്ത് എല്ലാം തുറന്ന് പറയണം, നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യണം എന്ന് വളരെയധികം വിഷ് അവർക്കുണ്ട്. ആക്ച്വലി അവർക്ക് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം വരാറില്ല. കാരണം ഈ ഒരു തരത്തിലുള്ള പേടികളെല്ലാം അവരുടെ മനസ്സിനുള്ളിൽ കിടക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ പറയണമെന്ന് അവർ പലപ്പോഴും വിചാരിച്ചാൽ പോലും അതിനൊരു ധൈര്യം അവർക്ക് കിട്ടുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയം ഒരു ലോക്ക് ചെയ്യപ്പെട്ട ഒരു ഡയറി പോലെയാണ്. പുറത്ത് ഒരു കാമായിട്ട് കാണും, അകത്ത് അവരുടെ പാസ്റ്റ് ഹാർട്ട് ബ്രേക്സും ഗിൽറ്റും അവരുടെ പ്രലോഭനങ്ങൾ ടെംപ്റ്റേഷനും എല്ലാം ഇൻസെക്യൂരിറ്റീസ് അതുപോലെ കുട്ടിത്തം നിറഞ്ഞ കുറച്ച് ഫീലിങ്സുകൾ ഇങ്ങനെ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സീക്രറ്റ്സ് എല്ലാം ഉണ്ടെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പം ഇതിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ നമുക്ക് കാർഡുകളിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നല്ല എന്നർത്ഥം. ഇതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് അവര് മറച്ചു പിടിക്കുന്നു അല്ലെങ്കിൽ അവർക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നാണ് അവർ സംശയിക്കുന്നത് അല്ലെങ്കിൽ അവർ പേടിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ ഒരു റിയൽ ഫേസ് നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്നും അവർ സംശയിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ ലൈഫിലെ ചില ചാപ്റ്റേഴ്സുകൾ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ തുറക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തുറക്കണ്ട എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് നമുക്കിപ്പം കുറച്ച് എന്താണ് മറച്ചു പിടിക്കുന്നതെന്ന് അറിയില്ല, എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഒത്തിരി ഓപ്പൺ അപ്പ് ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ഈ ഒരു കാർഡുകൾ വെച്ചിട്ട് തന്നെ എന്തൊക്കെ ഗൈഡൻസ് ആണ് കിട്ടുന്നത്, ഈ ഒരു കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കിട്ടുന്നത് നിങ്ങളൊരു നല്ല ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിലും അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് സ്ലോലി ഓപ്പൺ അപ്പ് ചെയ്താൽ അവിടെ ഒരു ഹീലിംഗ് ഉണ്ടാവുകയും നല്ല റിലേഷൻഷിപ്പ് ഫ്ലറിഷ് ആയി പോവുകയും നിങ്ങളിൽ നിന്നും അവരൊന്നും മറച്ചു വെക്കുകയും ചെയ്യില്ല എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ലാസ്റ്റ് കാർഡ് നമുക്ക് കാണാൻ പറ്റുന്നത് അവര് ട്രൂത്ത് മറച്ചു വെച്ചാലും നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ ആകുമെന്നാണ്. അതായത് ഇവര് നിങ്ങളിൽ നിന്ന് ഞാനിപ്പോൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിങ്ങളിൽ നിന്ന് കുറെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അത് എന്താണ് എന്ന് മനസ്സിലാകില്ലെങ്കിലും ഇങ്ങനെ കുറച്ച് സത്യങ്ങൾ അവർ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാകും. അത് തന്നെയാണ് ലാസ്റ്റ് കാർഡിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ഡാർക്ക് സൈഡ് ഉണ്ടാകും, ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകും എന്ന രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങൾ അവരെ ഒരു റീഅഷ്യൂർ ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ അവരുടെ എന്ത് കാര്യങ്ങൾ അറിഞ്ഞാലും അവരെ ഉപേക്ഷിക്കില്ല എന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു അവരെ ഫീൽ ചെയ്യിപ്പിക്കണം. അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നത് വഴി അവർക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടുകയും സ്ലോവ്ലി അവർ പെട്ടെന്നൊന്നും വന്നില്ലെങ്കിൽ സ്ലോവ്ലി നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആകാനായിട്ട് പരമാവധി ഓപ്പൺ അപ്പ് ആകും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു അപ്രോച്ച് പോലെ ഇരിക്കും അത്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിനെ പറ്റി അറിഞ്ഞാലും അതൊരു പ്രസന്റിൽ അത് അഫക്റ്റ് ചെയ്യില്ല എന്ന്, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന രീതിയിലാണ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർക്ക് മേക്ക് ഷുവർ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ മേക്ക് ക്ലിയർ ആക്കി കൊടുക്കണം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇനിയുള്ള പ്രസന്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഞാൻ എന്ന രീതിയിൽ നിങ്ങൾ അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കണം. വളരെ സപ്പോർട്ടീവായിട്ട് അവരുടെ ഒരു സപ്പോർട്ടീവ് ലിസണർ ആയി മാറാനായിട്ട് ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്.
അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു ജഡ്ജ്മെന്റ് ഒരിക്കലും നടത്തരുത്. ഒരു മുൻവിധികളില്ലാതെ ജെന്റിൽ സപ്പോർട്ട് കൊടുത്ത് നമ്മളൊരു ടീമാണ്, നമ്മളൊരു ടീം പോലെ നിൽക്കണം എന്ന്, അല്ലെങ്കിൽ നമ്മളൊരു ടീമാണെന്ന് അവർ ഫീൽ ചെയ്യിപ്പിക്കണം. അതുകൊണ്ട് ഒരു വീക്ക് സൈഡ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാം എന്നൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഈ ഒരു പേഴ്സണ് ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ അവർ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്ന സമയങ്ങളിൽ അതൊരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ബിഹേവിയർ അല്ല, അല്ലെ ഒരു ക്യാരക്ടർ അല്ല നിങ്ങളുടെ അത് എന്നും, അതൊരു നിങ്ങളുടെ ഒരു ഇന്നസെന്റ് സൈഡാണ് എന്ന് അവരെ റിമൈൻഡ് ചെയ്യിപ്പിക്കാനും അവരെ ഫീൽ ചെയ്യിപ്പിക്കാനും കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വിജയിക്കുമെന്നാണ് നമുക്കിവിടെ ഒരു ഗൈഡൻസ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു പേടി മാറിക്കിട്ടും. അല്ലാതെ അവരൊരു കുട്ടിത്തം അല്ലെങ്കിൽ ഒരു മച്ചുർ ഇല്ലാത്ത ഒരാളാണ്, മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാൾ എന്ന രീതിയിൽ നിങ്ങൾ കാണുന്നില്ല. അത് നിങ്ങളുടെ ഒരു ഇന്നസെൻസ് ആയിട്ടാണ് കാണുന്നത് ഈ ഒരു പേഴ്സൺ, ഓപ്പോസിറ്റ് പേഴ്സൺ എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ അവർക്ക് പിന്നെ അതൊരു ക്ലോസ് ചെയ്ത് വെക്കേണ്ട ഒരു ചാപ്റ്റർ ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ മറച്ചു വെക്കേണ്ട ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയാതിരിക്കുന്നതിന് പിന്നിലെ കാരണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അവര് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുന്നത് എന്നാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ അടുത്ത് നിന്ന് നമ്മൾ ഇതൊന്നും അറിയണ്ട എന്ന രീതിയിൽ അവർ മറച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ്, അവർക്ക് ഇതൊക്കെ എന്നോട് പറഞ്ഞുകൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള ഒരു മെസ്സേജ് പോലെയാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഗൈഡൻസ് മെസ്സേജ് കിട്ടുന്നത്. അവര് ഇത് മറച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മറച്ചു വെച്ചിട്ട് എനിക്ക് എന്താ പ്രൊട്ടക്ഷൻ ഇതിന് വഴി കിട്ടുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു പേടിയുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പെയിൻ ആകും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമാവും, വേദനയാവും. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാനാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയിക്കാതെ മറച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഹിയറിംഗ് ഇഷ്യൂസ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഹിയറിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കാം. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത് ലെറ്റർ L, 1986. റീഡിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ലോയർ, കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മോൾ ഓൺ റൈറ്റ് ഹാൻഡ്, റൈറ്റ് സൈഡിലെ റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശയൊക്കെ പറയുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 2 നമുക്ക് കിട്ടുന്നു. ലെറ്റർ Z, ലെറ്റർ I. ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 30, 1986 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലൈഫ് ചേഞ്ച്, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. സപ്പോർട്ടീവ്, വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുക. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു സമയമായിരിക്കാം. 1994 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് സർവീസ്, ഗവൺമെന്റ് സർവീസിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ലെറ്റർ R നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 22 നമുക്ക് കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. നമ്പർ 35, റൈഡിങ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. നമ്പർ 49, നമ്പർ 52 നമുക്ക് കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത് 1990 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. 1995, നമ്പർ 28, 1982 എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ H, നമ്പർ 1, ഫോളോ ന്യൂ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാകാൻ ചാൻസ് ഉണ്ട്. ഡിസംബർ മന്ത് ലെറ്റർ G, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 6 days എന്ന് പറയുന്ന വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. 1 weeks. അതുപോലെ തന്നെ 2002 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ക്രേസി, ലെറ്റർ X. അതുപോലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് 2005. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.